പോക്കോയുടെ പോക്കോ X3 എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതും വളരെ കുറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ X3 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ പോക്കോ X3 വരുന്നത് 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. IPS LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ടൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കും. ഈ ഫോണിൽ ഡൈനാമിക് സ്വിച്ച് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ആവശ്യമുള്ള സമയത്ത് മാത്രമേ 120 Hz റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ വർക്കാവുള്ളൂ. ആവശ്യമില്ലാത്ത സമയത്ത് ഈ ഫോൺ കുറഞ്ഞ റിഫ്രഷ് റേറ്റിലായിരിക്കും വർക്കാവുക. ഇത് ബാറ്ററി സേവ് ചെയ്യാൻ സഹായിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടച്ച് എക്സ്പീരിയൻസ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. സാധാരണ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചർ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിലും അതുപോലെ തന്നെ ഗെയിമിംഗ് ഫോണുകളിലൊക്കെ കാണുന്ന ഫീച്ചറാണ്. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ ഗോ ഫാസ്റ്റർ ഡിസൈൻ എന്ന പേരിൽ വിളിക്കുന്ന ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ പോക്കോയുടെ ഒരു ലോഗോയും വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ സർക്കുലർ ഡിസൈനിലുള്ള ഒരു ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ IP53 റേറ്റിംഗ് വരുന്നുണ്ട്. അതായത് ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. സാധാരണ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണാത്തൊരു ഫീച്ചറാണ് IP റേറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 215 ഗ്രാമാണ്. അതുപോലെ തന്നെ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9.4 mm ആണ്. ഈ ഫോണിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഈ ഫോണിൻ്റെ വെയിറ്റ് കുറച്ച് കൂടുതലും അതുപോലെ തന്നെ തിക്നെസ് കുറച്ച് കൂടുതലും. പിന്നെ ഈ ഫോൺ 2 കളർ വേരിയൻസിലാണ് വരുന്നത്, ഷാഡോ ഗ്രേയും കൊബാൾട്ട് ബ്ലൂവും. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രോസസ്സറിൽ 2.3 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A76 ബേസ് ചെയ്തിട്ടുള്ള ക്രയോ 470യുടെ 2 കോറുകളും അതുപോലെ 1.8 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A55 ബേസ് ചെയ്തിട്ടുള്ള ക്രയോ 470യുടെ 6 കോറുകളും വരുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാണുന്ന സ്നാപ്ഡ്രാഗണിൻ്റെ 2 പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 720Gയും അതുപോലെ സ്നാപ്ഡ്രാഗൺ 730Gയും. ഈ 2 പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 720Gയിൽ കുറച്ചും കൂടി കൂടിയൊരു ക്ലോക്ക് സ്പീഡ് വരുന്നുണ്ട്. എന്നാൽ സ്നാപ്ഡ്രാഗൺ 730Gയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ സ്നാപ്ഡ്രാഗൺ 720Gയിൽ വരുന്ന ബെറ്റർ ആയിട്ടുള്ള ക്ലോക്ക് സ്പീഡും അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 730Gയിൽ വരുന്ന ബെറ്റർ ആയിട്ടുള്ള ആർക്കിടെക്ചറും വരുന്നുണ്ട്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 720G അതുപോലെ സ്നാപ്ഡ്രാഗൺ 730G എന്നീ 2 പ്രോസസ്സറിലും വരുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറിൽ വരിക. അതുമാത്രമല്ല ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രോസസ്സറിൽ Adreno 618 എന്നുള്ള GPU ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ബെസ്റ്റ് പ്രോസസ്സർ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 732G. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 6GB RAM ആണ് വരുന്നത്. 8GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. 6GB റാമിൻ്റെ 2 വെർഷൻസ് വരുന്നുണ്ട്. അതിൽ ഒരു വെർഷനിൽ 64GB ഇൻറ്റേണലും മറ്റൊരു വെർഷനിൽ 128GB ഇൻറ്റേണലുമാണ് വരുന്നത്. 8GB റാമിൻ്റെ കൂടെ 128GB ഇൻറ്റേണലാണ് വരുന്നത്. പിന്നെ LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൂൾ ടെക്നോളജി 1.0+ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹീറ്റ് പൈപ്പും അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് ലെയറും വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസിന് വേണ്ടിയിട്ട് ഈ ഫോണിൽ ഗെയിം ടർബോ 3.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് ഈ ഫോണിൽ Z ആക്സിസ് ലീനിയർ മോട്ടോർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള നെറ്റ്വർക്ക് കണക്ഷന് വേണ്ടിയിട്ട് ഈ ഫോണിൽ 2x2 മൈമോ വൈഫൈ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഫോണിൽ ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഫോൺ നമുക്ക് റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഫോണിൻ്റെ ഇൻ്റർനാഷണൽ വെർഷനിൽ NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ വെർഷനിൽ NFC സപ്പോർട്ട് ചെയ്യുന്നില്ല. Android 10 ബേസ് ചെയ്തിട്ടുള്ള MIUI 12 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ MIUI സോഫ്റ്റ്വെയർ ആണ് വരുന്നതെന്നുണ്ടെങ്കിലും ഇതിൽ പരസ്യങ്ങളൊന്നും വരില്ല.
പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 64 മെഗാ പിക്സലിൻ്റെ f1.89 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സോണി IMX682ൻ്റെ സെൻസറാണ്. സെൻസർ സൈസ് വരുന്നത് 1/1.73 ഇഞ്ചാണ്. പിന്നെ 13 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും അതുപോലെ 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. പിന്നെ സൈബർ പങ് മോഡ് അതുപോലെ ഗ്ലോബൽ വൈബ് മോഡ് പോലുള്ള ചില ഫിൽറ്റേഴ്സൊക്കെ ഈ ഫോണിൻ്റെ ക്യാമറയിൽ വരുന്നുണ്ട്. പിന്നെ ഫോട്ടോസിൽ ആകാശത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന സ്കൈസ്കേപ്പിംഗ് 3.0 എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ പ്രോ മോഡ് വരുന്നുണ്ട്. സെൽഫി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 20 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ പോക്കോ X2 എന്ന ഫോണിൽ പലരും പറഞ്ഞിരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ബാറ്ററി പെട്ടെന്ന് തീരുന്നു എന്നുള്ള കാര്യം. ആ ഒരു കംപ്ലൈൻറ്റ് തീർക്കാനായിരിക്കണം ഈ ഫോണിൽ 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ പോക്കോ X3യുടെ ഇൻ്റർനാഷണൽ വെർഷനിൽ 5160 mAh ബാറ്ററിയാണ് വരുന്നത്. പക്ഷേ ഇന്ത്യൻ വെർഷനിൽ നമുക്ക് 6000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ തന്നെ 33 വാട്ടിൻ്റെ ചാർജറും വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 6GB റാം 64GB ഇൻ്റർണൽ വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. 6GB റാം 128GB ഇൻ്റർണൽ വെർഷൻ്റെ വില വരുന്നത് 18,499 രൂപയാണ്. പിന്നെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്. സെപ്റ്റംബർ 29 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഫീച്ചേഴ്സുമായിട്ടാണ് പോക്കോ X3 വരുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസൈൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഫോണിൽ IP53 റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ മികച്ചൊരു പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുമ്പോൾ സോണി IMX682ൻ്റെ സെൻസറൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ബാറ്ററി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നല്ല ഫീച്ചേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം വളരെ നല്ലൊരു പ്രൈസിങ്ങിലാണ് ഈ ഫോൺ വരുന്നത്. ഇപ്പം മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ വരുന്ന ബെസ്റ്റ് ഫോൺ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണായിരിക്കും പോക്കോ X3. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.